ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ വീട്ടിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയ കുറച്ച് ചെടികളുണ്ട്, അത് ഇന്ന് നടാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ ചെടികൾ ഇതൊക്കെയാണ്. ചാമ്പമരമുണ്ട്, പിന്നെ തക്കാളി, ചീര, വഴുതനങ്ങ, അതിൻ്റെയൊക്കെ തൈ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൊഗെയിൻവില്ല ഉണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ ചട്ടിയിൽ അങ്ങനെ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സമയമില്ല, കാരണം ഇനി നമുക്കത് നമ്മുടെ എന്താ പറയുക മണ്ണിൽ വയ്ക്കാം. ഇന്ന് നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ, അധികം വെയിലൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം രാവിലെയാണ് ടൈം കേട്ടോ. നമ്മുടെ വീട്ടിൽ കയക്കോട്ട് എന്ന് പറയുന്ന സംഭവമില്ല കേട്ടോ, അതായത് മണ്ണ് കളയ്ക്കുന്ന സാധനം. അത് ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള ഈ മടാൾ വെച്ചിട്ടാണ് കുഴി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾ മടാൾ തന്നെയാണോ പറയുക? ഞങ്ങളുടെ നാട്ടിലിതിന് മടാൾ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ചട്ടികളിലുള്ള ചെടിയൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. വേരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നേരെ നമ്മുടെ ഈ ഒരു എന്താ പറയുക മണ്ണ് കുഴിച്ച ആ ഭാഗത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ചെടി നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബൊഗെയിൻവില്ല ചെടിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അതിലുള്ളത്. നല്ല പിങ്ക് കളർ, പിങ്കും റെഡും മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. ഇതെന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ചാമ്പമരം നടുകയാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ചാമ്പമരം നടുന്നത്. മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ചാമ്പമരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അതെന്താണെന്നറിയില്ല, വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നഴ്സറി പോയപ്പോൾ ഒന്നുകൂടെ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷണം നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ആഴം വേണമെന്ന് തോന്നുന്നു, നല്ല വെള്ളവും വേണ്ടി വരും ഈ ഒരു ചാമ്പമരത്തിന്. നമ്മുടെ തൊട്ട വീട്ടിൽ തന്നെ ചാമ്പമരം ഉണ്ട് കേട്ടോ. ഒരുപാട് ചാമ്പയ്ക്ക് അതിലുണ്ടാവാറുണ്ട്. ഇത് ചെറിയ ചാമ്പയ്ക്ക് ഉണ്ടാവുന്ന ചാമ്പമരമാണ് കേട്ടോ. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ്. അതായത് അവിടെയാണ് ഇനി സ്ഥലമുള്ളൂ. കാരണം ഫ്രണ്ട് ഭാഗം കവറാവാത്ത രീതിയിൽ, എന്നാൽ വെയിലും അതുപോലെ തന്നെ മഴയൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലത്താണ് ഇത് നമ്മൾ കുഴിച്ചിടുന്നത് കേട്ടോ. ഞാനിവിടെ ചെടി നടുന്ന സമയത്ത് എൻ്റെ അനിയന്മാരൊക്കെ ചുറ്റുപുറം കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ പതിവാണ്. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരാനുണ്ടാവും. ചെടി അങ്ങനെ വെച്ചോളൂ, ഇങ്ങനെ വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടാൻ പോവാണ് കേട്ടോ. ഇതും അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക ലൈറ്റ് കളറിലുള്ള ലീഫാണ്. 2 തണ്ടാണ് അതിനുള്ളത് കേട്ടോ. ഇനി വലുതായി വരുമ്പോൾ എങ്ങനെയൊന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അതും നട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ളത് വഴുതനങ്ങയും ചീരയും മത്തനൊക്കെയാണ് നമുക്ക് നടാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അതിനുള്ള പരിപാടി ചെയ്യാം. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഈ ഒരു നട്ട ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം കേട്ടോ. അതെന്തായാലും ഒഴിക്കേണ്ടി വരും, കാരണം ഇപ്പോൾ ചട്ടിയിൽ നിന്ന് എടുത്തല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഒരുപാട് ഒഴിക്കുന്നില്ല, അതിനാവശ്യത്തിന് മാത്രം ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് നടാനുള്ളത് നമ്മുടെ വാഴയാണ് കേട്ടോ. അപ്പോൾ വാഴയ്ക്കുള്ള കുഴി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയന്മാർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കുഴിയൊന്നും പോരാ, നന്നായിട്ട് കുഴിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊരു വാഴ പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അല്ലെങ്കിൽ ഞാൻ വാഴയൊന്നും വാങ്ങാറില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് നേന്ത്രവാഴയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇനി വാഴ നടാൻ പോവുകയാണ്. അത്യാവശ്യത്തിനൊരു കുഴിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ പോരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇനി വാഴ നടാൻ പോവുകയാണ്. അതിൻ്റെ അടിയിൽ ഇതാ വേറെ കുഞ്ഞി വാഴകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് പറിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. തൽക്കാലം അതങ്ങനെ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതും കൂടി നട്ടു. ഇനി കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇടണം. വേറെ സ്ഥലത്ത് നിന്ന് നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ എന്താ പറയുക തടം പോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിന്ന് 3 പ്ലാന്റാണ് നട്ടത്. ഫൈനലി എൻ്റെ കൈയൊക്കെ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, ഫുൾ ചളിയാണ്. ഇനി നമുക്ക് മത്തനും വഴുതനങ്ങയും ചീരയൊക്കെ നടാനുണ്ട്. തൽക്കാലം ഞാനിനി അത് നാളെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടാറ്റാ ബൈ. നിങ്ങളും ഇതുപോലെ തന്നെ ചെടികളൊക്കെ വളർത്താം കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലാന്റൊക്കെ വാങ്ങിക്കൊണ്ടുവരിക. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റോറും ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. അതൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗ് കാണാം. ടാറ്റാ ബൈ.